മുണ്ടക്കയം പഞ്ചായത്തിന്റെ പരിധിയിലെ 20-21 വാർഡുകളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാകുകയാണ്. മുണ്ടക്കയം പൈങ്ങന 31 മൈൽ മേഖലയിലാണ് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. രാത്രിയും പകലും ജനവാസ മേഖലയിൽ കാട്ടുപന്നികൾ കൂട്ടമായി എത്തുന്നത് നാട്ടുകാരിലും ഭീതി പടർത്തുകയാണ്. കഴിഞ്ഞ ദിവസം കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ മേഖലയിൽ വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടാക്കിയത്. പൈങ്ങന ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം ഓടയ്ക്കൽ ബെന്നിയുടെ നിരവധി വാഴകളാണ് കാട്ടുപന്നിക്കൂട്ടം കുത്തി നശിപ്പിച്ചത്. ഞാൻ ഈ പൈങ്ങനായിൽ ടൗണിനോട് ചേർന്ന് 1 കിലോമീറ്റർ ചുറ്റളവ് മാത്രമേ ഉള്ളൂ. ഇത്രയും ജനവാസ കേന്ദ്രമായ ഒരു സ്ഥലത്ത് വന്ന് വാഴ കൃഷി ചെയ്തു. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ വാഴയും ചേനയും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃഷി ചെയ്യുന്ന ഒരാളാണ്. അത് കൂടെ റബ്ബർ പ്ലാന്റിങ്ങും ഉണ്ട്. അതിനകത്ത് ഉടമസ്ഥൻ പറയുമ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാണേലും പന്നിയുടെ ശല്യം എന്ന് പറയുന്നത് ഒരു കൃഷി ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ലാത്തൊരു സാഹചര്യത്തിലാണ്. കഴിഞ്ഞ വർഷം എനിക്ക് വാഴ കൊലയ്ക്കാറായ കുറേ വാഴകൾ വെട്ടിമറിച്ചിട്ടിട്ട് തൊട്ടടുത്ത് കയറി കപ്പയെല്ലാം കുത്തിപ്പറിച്ച് കളഞ്ഞു. അവരുടെ വാഴ ചുവടെ പറിച്ച് കളഞ്ഞു. നാട്ടുകാരുടെ നേരെ ചീറ്റിക്കൊണ്ട് വരുന്നു. ഇത് കൂട്ടമായിട്ടാണ് വരുന്നത്. നമുക്കൊരു തരത്തിൽ ഇതിനെ നേരിടാൻ പറ്റത്തില്ല. ഇത് നേരിടാൻ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഭരണാധികാരികളും മറ്റ് ഭരണാധികാരികളും ഫോറസ്റ്റുകാരും എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് കൃഷിക്കാരെ ഉപദ്രവിക്കാതെ ഈ പന്നിയെ എവിടെ വെച്ച് കണ്ടാൽ ആർക്കും കൊല്ലാവുന്നുള്ള ഒരു ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുത്ത് ഈ കൃഷിക്കാരെ ജനങ്ങളെ അറിയിച്ചാൽ മാത്രമേ ഇനി ഈ വിപത്തിൽ നിന്ന് കൃഷിക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കൃഷി അല്ലെങ്കിൽ അന്യം നിന്നു പോകും. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ പഞ്ഞം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് വലിയ പഴക്കമില്ല. അതാണ് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ സാഹചര്യം. ഈ ഇത്രയും ജനവാസ മേഖലയിൽ ഇതുപോലെ പന്നി വന്ന് ശല്യം ചെയ്തിട്ട് അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്തമില്ലായ്മ എന്നല്ലാതെ വേറൊന്നും പറയാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഇതിങ്ങനെ എത്രയോ ആളുകളുടെ സാധനങ്ങളാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. ഒരു തരത്തിലും ഭരണാധികാരികൾ കണ്ണു തുറക്കുന്നില്ല. ഇത്രയെല്ലാം അപകടം ഉണ്ടായിട്ട് മനുഷ്യനെ കൊല്ലുന്നു, കൃഷി നശിപ്പിക്കുന്നു, മനുഷ്യന് അപകടം ഉണ്ടാകുന്നു, വാഹനങ്ങൾ കുത്തിമറിക്കുന്നു. ഇവിടെ വണ്ടമ്പതാലിയിൽ ഒരു കാട്ടുപോത്ത് വന്ന് ഒരു മാരുതി വാനെ ശബരിമലയ്ക്ക് പോയ മാരുതി വാൻ ഇടിച്ചു മറിച്ചു. എന്ത് നടപടി? എന്നിട്ട് ഇതിനെ കൊണ്ടുപോയി കുഴിച്ചിടുക, മണ്ണെണ്ണ ഒഴിക്കുക. ഇതിനെ ലേലം ചെയ്യാൻ പഞ്ചായത്തിന് അധികാരം കൊടുക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകേണ്ടത്. ആന ചവിട്ടിക്കൊല്ലുന്നു. ഇത്രയെല്ലാം പ്രശ്നമുണ്ടായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റുന്ന ഭരണാധികാരികൾ നിശബ്ദരാകുന്നത് വളരെയധികം വേദനാജനകമാണ്. സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് കാട്ടുപന്നിക്കൂട്ടത്തിൻ്റെ ആക്രമണം ഉണ്ടായത്. മേഖലയിലെ കർഷകരുടെ കപ്പ, ചേന, ചേമ്പ്, വാഴ, റബ്ബർ അടക്കമുള്ള കൃഷികൾ വ്യാപകമായാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിക്കുന്നത്. അധികാരികളെ വിവരം അറിയിച്ചാലും ആരും തിരിഞ്ഞുപോലും നോക്കുവാൻ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മുണ്ടക്കയം ടൗണിനോട് ചേർന്ന 100 കണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന ജനവാസ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായത് സാധാരണക്കാരിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.